ഹലോ ഗായ്സ്, ഐ ഹിയർ ദി ഹേ ഗെയിമർ. നമ്മളെന്തായാലും ഒരു മാച്ചൊക്കെ ഇറങ്ങുകയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ നാളെ ലാഗ് അടിച്ച് പോയ ചെക്കൻ തന്നെയാണ് ആള്. നമ്മൾ ഓണായിട്ടൊരു മാച്ച് കളിക്കാം. നമ്മുടെ ടീം തന്നെയാണ്. ബ്ലിറ്റ്സ് ആശാണ്ട് തീർത്തേക്കാം. ഒന്നും നോക്കണ്ട, അറുത്തിട്ടാ മട്ടാം. ജയിച്ചാൽ ജയിച്ചു, തോറ്റാൽ തോറ്റു, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് തീർക്കണവനാ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അവനെ തീർക്കാം. അത്രേ പറയുള്ളൂ. കൊല്ലഭാഗത്തൊക്കെ ചെയ്യില്ലേ, അറത്തിടാം. നമ്മൾ ജയിക്കും, ജയിക്കണം. പക്ഷേ നമ്മൾ തോൽക്കാൻ നല്ല സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ അന്ന് നമ്മൾ ലാഗ് അടിച്ച് പോയത് കാരണം 1-0 പൊട്ടിക്കുമ്പോഴാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പൊട്ടാനാണ് സാധ്യത കൂടുതലും കാണുന്നത്. പക്ഷേ ഇത് റാൻഡമാണ് ചങ്ങായി. ഇത് 5 മിനിറ്റിൻ്റെ കളിയും പിന്നെ റാൻഡമാണ് നമ്മളെ ഹോം അവേ വെച്ചിരിക്കണേ. നമുക്ക് എന്തായാലും ചെക്കനെ തീർക്കാൻ കഴിയുമായിരിക്കും എന്നുള്ള ഇതിൽ നമ്മൾ ഇറങ്ങുകയാണ്. നെറ്റ് വർക്ക് ഇഷ്യൂ ഒന്നുമില്ല, തീർക്കാൻ കഴിയുമായിരിക്കും. ഒരു 1/1 ചാൻസ് ഉള്ള രീതിയിൽ കഴിയുള്ളൂ. പ്രയോഗം ബാ എന്തെങ്കിലും ആയിക്കോട്ടെ, തീർത്തിട്ടാ ജയിച്ചിട്ടാ മര. അങ്ങനെ പറയും ഞാൻ, അങ്ങനെ പറയിപ്പിക്കണം നിങ്ങളെല്ലാവരും. എന്തായാലും കളി തുടങ്ങുകയാണെങ്കിലും തുടങ്ങുന്നില്ലെങ്കിലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ആ ബെലൈക്കണോട് എന്ന് നോക്കിയേക്കാം. പൊളിച്ചേക്കാം നമുക്ക്. നോക്കണ്ട, പൊളിക്കാം. ഇപ്പോൾ നമുക്ക് 37 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും ഒന്ന് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ എത്തുന്നതാണ്. എന്താവും കഴിയുമോ? നെറ്റ്വർക്കാണ് ഇഷ്യൂ ആണ് ഗൈസ്. നമ്മൾക്കാണോ എൻ്റെ ആണെന്ന് അറിയില്ല. തീർക്കാൻ പറ്റിയാൽ മതി നമുക്ക്. നമ്മൾ തീർത്തിരിക്കും. വാശി, ഈഗോ. നെറ്റ്വർക്ക് നമ്മളതാണോ എൻ്റെ ആണോ? ഇത് നെറ്റ്വർക്കൊന്നും അല്ല. ഇപ്പോൾ വരുമോ ഒന്നും അറിയില്ല. ഗൈസ് അനേബിൾ ടു കണക്ട് ചെയ്താണ് കാണിച്ചത്. നമ്മളൊന്നുകൂടെ റെഡിയാക്കണം. അവൻ്റെ ടീം നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ കാണിച്ച ഗൈസ് അവൻ്റെ ടീം നോക്കിങ്ങൾ നിൽക്കുന്ന ടീമാണ്. അവൻ്റെ ഐക്കർ കസിയാസ്, ഫെറർ, കൂണ്ടെ അങ്ങനത്തെ ആൾക്കാരാണ്. എന്ത് ചെയ്യാനാ മോനെ, ഞാൻ ചത്തോന്നല്ല, അതൊന്നും നടക്കാൻ പോണില്ല. തീർച്ചയാക്കാം. അറത്തിട്ടാമട്ട നമുക്ക് അറക്കും. നമ്മൾ അറക്കണം എന്നാണ് ആഗ്രഹം. ലോങ് ത്രോ പ്ലെയേഴ്സ് വിത്ത് പ്ലെയേഴ്സ് സ്കിൽ. ലോങ് ത്രോ, ഈ ലോങ് ത്രോൻ്റെ സ്കില്ലുള്ള ആൾക്കാർ ആർ മാർക്കഡ് വിത്ത് ഇത് സെലക്റ്റഡ് ത്രോസ്. സെലക്ട് ത്രോയറില്ലേ ചെയ്തിട്ട് നമ്മൾ ഏറ്റവും ലോങ് ത്രോ വരാൻ കഴിയണ ആൾക്കൊണ്ട് നമ്മൾ വിളിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ആൾക്കാന്ന് പറയാം. ഇതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോഴാണ് വേഗാറ്. കാരണം ആ മാച്ചപ്പ് ഒക്കെ കളിക്കട്ടെ. ചിലവരിപ്പോഴും ഡാഷൻ പ്രഷർ എന്നൊക്കെ കളിക്കുന്നവരുണ്ടാവും. മാച്ചപ്പ് ഒക്കെ കളിച്ചാൽ നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ എടുത്തുകൂടെ ബോൾ പോകണേ, അപ്പോൾ പെട്ടെന്ന് കാലൊക്കെ എടുത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അത് മാച്ചപ്പിനെ കഴിയുള്ളൂ ഗൈസ്. അതുകൊണ്ട് നെയ്മർ ബ്ലിറ്റ്സ് ഗോൾ ഇന്ന് വരും, വന്നിരിക്കും. എന്താ പറയുക, ഫുൾ ഫോം ബ്രദർ, ഫുൾ ഫോം. അതുകൊണ്ട് വരാൻ സാധ്യതകൾ കൂടുതലാണ്. സെക്കൻഡ് ടീം ബ്ലിറ്റ്സ് നെയ്മറൊക്കെ ഉണ്ട് ഗൈസ്. ഓന് നമ്മളെ ലാസ്റ്റ് ആയിട്ട് കളിച്ച കളിക്ക് എടുത്തിട്ട് ചെയ്യുന്നു. അതിന് ശേഷം ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നേരം അടുത്ത് നമ്മൾ കളിച്ച കളിൻ്റെ അന്ന് തന്നെയാണ് തോന്നുന്നുണ്ട്. അന്ന് തന്നെ അതിന് പിറ്റേ നേരം എടുത്തിട്ടുണ്ട് ചങ്ങനെ നെയ്മറിനാ. അത് അറ്റാക്ക് മിഡിൽ ഫീൽഡറാണ് നിർത്തിയിരിക്കുന്നത്. അറ്റാക്ക് മിഡിൽ ഫീൽഡർ നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ ബ്ലിറ്റ്സ് അറിയില്ല. അതിൻ്റെ ബ്ലിറ്റ്സ് ചിലപ്പോൾ കുറവാകും, ചിലപ്പോൾ കൂടുതലാവും, ഒന്നും പറയാൻ പറ്റില്ല. ബസ് റൂബൻ അമോറയും മോൻ്റെ കോച്ച് അർജൻറ്റീന ഡെനീൽസൺ. നമുക്ക് എല്ലാം ഹഡ്ജി ദിയോഫും പെപ് ഗാർഡിയോള ബാഴ്സലോണയുണ്ട്. അതൊക്കെ തന്നെ മതി. ഡെനീൽസൺ പക്ഷേ ഫിനിഷിംഗ് ഇല്ല, അതുകൊണ്ട് നമ്മൾ സമാധാനിച്ച് കളിക്കും. ഓൻ്റെ ഫോർവേഡ് ഹാളൻഡ്, ഏർലിംഗ് ഹാളൻഡ്, ജൂൾസ് കൂണ്ടെ, ജെസ്കോ ഗുവാഡിയോൾ. കളി തുടങ്ങിയപ്പോൾ തന്നെ ബോൾ തൊടാൻ പറ്റണില്ല. ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്രയായിട്ട് പൊട്ടുക അത് മാത്രം ചോദിച്ചാൽ മതി. വാൻബൂട്ടൻ അക്രോബാറ്റിക് ക്ലിയറൻസ്. ഡിയാഗോ ഫോർലാൻ, കാൻഡോണ ഓടിക്കും മെസ്സി ആറാണ് ഒറ്റ ഇടൽ. പക്ഷെ കോസ്റ്റ് കൂട്ടെടുക്കുകയാണ് ഗൈസ്. ബോൾ കിട്ടില്ല. വാൻബൂട്ടൻ
ഓ ഗൈസ് ഇത് ലാഗ് ഉണ്ട് കേട്ടോ, ലാഗ് ഉണ്ട്. ഓ ഒലിവർക്കാൻ കുറച്ച് നേരം അവിടെ കൈക്ക് പിടിച്ച് നിന്നാട്ടെ, എന്നാലും ആ ലാഗൊക്കെ ഒന്ന് പോകുള്ളൂ. ഞെട്ട് കൊടുക്കാം. ഓ ഗൈസ് ലാഗ്. ഇതെന്ത് കളി ഗൈസ്? ഇത് ചങ്ങായി വീഡിയോ കണ്ടാലേ പറ്റുള്ളൂ. ഇത് തനി ലാഗ് കളി, സ്ക്രിപ്റ്റോ ലാഗാണ്. ഓൻ്റെയിലും ഇങ്ങനെ കറങ്ങുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ കണ്ടോളി പറക്കണ സ്പീഡ്. ഞാൻ ഗോളടിച്ചിട്ടാവും ചിലപ്പോൾ എനിക്ക് കിട്ടുക, പറയാൻ പറ്റില്ല. എനിക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും ഇഷ്ടമില്ല. നമ്മളെ നെറ്റും പോയിട്ടില്ല ഗൈസ്. ഇനി എന്താവും? ഓ ഇതെന്ത് ചൊറയാറോ അങ്ങനത്തെ പരിപാടി, എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. ബോളെവിടെ? ഇതാ ബോള് ഇത് ബോളാല്ലേ? അടിയിലത്തെ നേല ഉണ്ടപ്പോൾ ഞാൻ കണ്ട് എല്ലാവരും ഗൈസ്. ഈ ക്യാൻറ്റീൻ്റെ മുമ്പിൽ നിൽക്കണ നോക്കി ഇങ്ങനെ മുക്കണ് എൻ്റെ ദിവസം കാണാൻ. ഇപ്പം നോക്കി മറ്റേ ഡാൻസിങ് നടക്കുന്ന ആരാന്ന് നമ്പനെ നമ്മളെ ബെല്ലടിന് മുമ്പുള്ള അവന് ഓറ ഫാമി നല്ല രസമുണ്ട് കാണാൻ. അതിന് കളി നടക്കണ്ടേ? ഓ ഗൈസ് എൻഡിങ് മാച്ചോ അല്ലെങ്കിൽ യൂരോസ്റ്റോ അത് എനിക്ക് ഉറപ്പായിട്ടും യു പോണ്. എനിക്ക് തീരെ പ്രതീക്ഷയില്ല. കാരണം എന്താ പറയുക, കാരണം എനിക്കാനായിട്ടുണ്ട് വിഷയം എപ്പോഴും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പറയാം പ്ലീസ് എൻഡിങ് മാച്ച് മതി. യൂലോസ്റ്റീം പോകണമെന്ന് വേണ്ട, ആർക്കും വേണ്ട യൂലോസ്റ്റീം പോകണം. അതുകൊണ്ട് പറയാം ഞാൻ ഗൈസ് ഒരു സുഖമില്ല. എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആ ബെല്ലൈക്കൺ ഒന്ന് നിൽക്കുക കേട്ടോ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. കളി കിട്ടുന്നില്ല, യു ഓണൊന്നും കാണുന്നില്ല, എന്നാൽ യു ലോസൊന്നും കാണുന്നില്ല, എന്നാൽ എൻഡിങ് മാച്ച് ഒന്നും കാണിക്കുന്നുണ്ടോ അതുമില്ല. നമ്മൾ എന്ത് ചെയ്യണം മല്ലയ്യ? സ്ക്രീനൊന്ന് ലോക്കാക്കി വെക്കാം, ഞാനെങ്ങനെ കിട്ടുമോ? യു ഓണും വേണ്ട യു ലോസ്റ്റും വേണ്ട. നെറ്റ്വർക്ക് എറർ എപ്പോഴും കാണിച്ച് ഗൈസ്. ഐ ഹാവ് എ നെറ്റ്വർക്ക് എറർ, ഇറ്റ്സ് മൈ പ്രോബ്ലം. എനിക്ക് നെറ്റ്വർക്ക് എറർ ഉണ്ട് ഗൈസ്, നെറ്റ്വർക്ക് എറർ ഉണ്ട്. കണക്റ്റഡ് വിത്തൗട്ട് ഇൻ്റർനെറ്റാണ് കാണിക്കണേ. എന്താ നിങ്ങൾക്കും അറിയില്ല, നമുക്കൊന്നും കൂടി ഒന്ന് കൊടുത്തു നോക്കാം, ഓഫാക്കി ഓണാക്കി നോക്കാം. കണക്റ്റഡ് വിത്തൗട്ട് ഇൻ്റർനെറ്റാണ് ഗൈസ് കാണിക്കുന്നത്. ഇപ്പോൾ ഒന്നുകൂടി അങ്ങനെ ഒറ്റക്കാവും ശരിയാവുള്ളൂ ഈ ഫുട്ബോൾ. വൈ ഓൾവേസ് മീ? എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ വിടുന്നത്? വേറെ കേണി ഞാൻ തന്നെ പോയി വിടും. ഇനിയിപ്പോൾ അവൻ്റെ അവിടെ കാണിച്ചിട്ടുണ്ടാവുക യു ബോണെന്നാവും. അതൊക്കെയാണ് മെയിൻ പ്രശ്നം ഗൈസ്. വീടിനിട്ട് പോയതല്ലോ, ഒരു പ്രശ്നമില്ല, അത് തീർക്കണമെങ്കിൽ പോനാ. ഫസ്റ്റ് ഇങ്ങനെ അവൻ്റെ യു ബോണ് കാണിച്ചിട്ടുണ്ടാവും, കണ്ടോളി. അവൻ്റെ യു ബോണെന്ന് കാണിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ്. ചങ്ങായൊക്കെ വൻ സീനാണ്. പ്രീവിയസ് മാച്ച് അബൗണ്ടഡ് അല്ലടാ. അവർക്കൊക്കെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ എനിക്കറിയില്ല. മാച്ച് അമ്മക്ക് റിക്വസ്റ്റ് കൊടുക്കാം, എന്നാലേ ശരിയാവുള്ളൂ, അറക്കാൻ കഴിയുള്ളൂ. ഇത് അറവുശാല, എൻ്റെ അറവുശാല. സബ്സ്ക്രൈബ് ചെയ്യട്ടെ. റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സ് ആണ്. നിങ്ങൾ പെട്ടെന്ന് ഇനി നെറ്റില്ലാതായാലും ഞാൻ കളിയാണ്. മാസ്റ്റർ ഗെയിമർ ഇവിടെ വലിയ വയസ്സ് ലീവ് അടിച്ച് പോയിണ്ടേ, അത് വാങ്ങിയുള്ള കളി. ഗൈസ് മാസ്റ്റർ ഗെയിമർ ലീവ് അടിച്ച് പോയ ഗെയിമറാണ് നമ്മൾ അറിയിക്കണേ. ഇനിയിപ്പം സ്കൂളിൽ ചെന്നാലും ഞാൻ വേണ്ട ആകാമത്തോളാം. നമ്മൾ പബ്ലിഷ് ചെയ്ത് ഒറ്റ അടിക്കുക, നമ്മൾ വീഡിയോ കണ്ടൊക്കെ മനസ്സിലാവുന്ന പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ, നമ്മൾ പോവാണേ.